നമ്മളിവിടെ മരണവുമായി ബന്ധപ്പെട്ട അതിനോട് മുമ്പ് ആ സന്ദർഭത്തിലുള്ള ചില ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഈ മരണപ്പെട്ടു പോകുന്ന വ്യക്തികളുടെ കടബാധ്യതകൾ ഏറ്റെടുക്കുന്നതിൻ്റെയും അതുപോലെ കടം വരുത്തി വെക്കുന്നതിൻ്റെയും അത് കടം വീട്ടുന്നതിൻ്റെയൊക്കെ മയ്യത്തുമായി ബന്ധപ്പെട്ട പ്രാധാന്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളോട് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള ഒന്നാമത്തെ കടപ്പാട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി അയാളുടെ മയ്യത്ത് മാന്യമായി ഇസ്ലാം നിർദ്ദേശിച്ച രീതിയിൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് അയാളുടെ സ്വത്തിൽ നിന്ന് കടബാധ്യതകളൊക്കെ വീട്ടുക, അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നമ്മൾ മെല്ലെ ഒന്ന് സൂചിപ്പിച്ചു, അത് അദ്ദേഹം വല്ല വസീയത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസീയത്ത് നടപ്പിൽ വരുത്തുക. ഇതൊക്കെ സ്വത്ത് ഓഹരി വെക്കുന്നതിൻ്റെ മുമ്പ് നടന്നു പോകേണ്ട കാര്യങ്ങളാണ്, അതിൻ്റെ മുമ്പ് ചെയ്യേണ്ട സംഗതികളാണ്. അപ്പോൾ വസീയത്തുമായി നമ്മൾ ബന്ധപ്പെട്ട സൂചിപ്പിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആണ് ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് വിചാരിക്കണം. ഒന്നാമത്, ഈ വസീയത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് താൻ മരിച്ചതിന് ശേഷം ഇന്ന കാര്യം ചെയ്യണമെന്ന് തൻ്റെ കൂടെയുള്ള ആളുകളോട് അല്ലെങ്കിൽ താൻ രേഖപ്പെടുത്തി വെക്കുക. അതിനാണ് വസീയത്ത് എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുന്നതിനൊന്നും വസീയത്ത് അറിയില്ല. വസീയത്തിനുള്ള പ്രത്യേകത അത് പറയുന്നത് അല്ലെങ്കിൽ അത് എഴുതി വെക്കുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്തായിരിക്കും. പക്ഷെ ആ വിഷയം നടപ്പിൽ വരുന്നത് മരണത്തിന് ശേഷമായിരിക്കും. അങ്ങനെ വസീയത്തിന് ചെയ്യുമ്പോൾ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. പരിശുദ്ധ ഇസ്ലാം ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. വസീയത്ത് നിയമമാക്കി വെച്ചിട്ടുള്ളത് വേറെ പല ഉദ്ദേശങ്ങൾ കൊണ്ടും പല ഹിക്മത്തുകൾ കൊണ്ടും അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും വസീയത്ത് വരുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ഈ 180, 81, 82 ആയത്തുകൾ ഈ വസീയത്തിൻ്റെ പ്രാധാന്യവും വസീയത്ത് നടപ്പിൽ വരുത്തുന്നതും അതിൽ എന്തെങ്കിലും മാറ്റം നടത്തുന്നതിൻ്റെ ഗൗരവവും ഒക്കെ ഉണർത്തുന്ന ഒരു കാര്യമാണ്. കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് ആസന്നമായി കഴിഞ്ഞാൽ, മരിക്കുകയാണ്, ഞാൻ മരിക്കാൻ പോകുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും, ഏത് സന്ദർഭത്തിലും നമ്മൾ മരിച്ചു പോകാം. അപ്പോൾ വസീയത്ത് എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും ഉണ്ടാകേണ്ട കാര്യമാണ്. സഹാബാക്കളെ സംബന്ധിച്ച് നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും, അവരൊക്കെ അവരുടെ വസീയത്ത് എപ്പോഴും കൂടണം. പല സഹാബാക്കളുടെയും അവരുടെ തലയണക്കടിയിൽ അവർ വസീയത്ത് എന്താ പറയാനുള്ളത് അവിടെ എഴുതി വെക്കാൻ കഴിയുന്നത് എഴുതി വെക്കും, അല്ലെങ്കിൽ വേറെ ആളുകളോട് പറയും. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തും നടത്തണം. ഏതായാലും മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ ഏതായാലും മരണത്തോട് അടുക്കുന്നു ഞാൻ, അല്ലെങ്കിൽ പ്രായമായി രോഗമായി മരണത്തിലേക്കുള്ള രോഗമാകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ആ സന്ദർഭത്തിൽ നിങ്ങൾ കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്, മരണം എത്തിക്കഴിയുമ്പോഴേക്ക് ആ മരണമാസന്നമാകുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇൻ തറക്ക, വല്ല സ്വത്തും നിങ്ങൾക്കുണ്ടെങ്കിൽ, വല്ല ഹൈറും സ്വത്തായിട്ട് വല്ലതും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. വസിയത്ത് ചെയ്യണം. ലിൽ വാലിദൈനി വൽ അഖ്റബീൻ, മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ബിൽ മഅറൂഫ്, മാന്യമായ രീതിയിൽ നിങ്ങൾ വസിയത്ത് ചെയ്യണം. ഹക്കൻ അലൽ മുത്തഖീൻ, ഇത് മുത്തഖികളുടെ ഒരു കടമയാണ്, ബാധ്യതയാണ് എന്ന് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വസിയത്ത് ഇത് ആദ്യ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധ വചനാണ്. പിന്നെ പിൽക്കാലത്ത് വസിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അവകാശിക്കും അവർക്ക് നിശ്ചയിക്കപ്പെട്ട അവകാശങ്ങൾ ഇന്നതാണ് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അത് അള്ളാഹു രേഖപ്പെടുത്തി, അല്ലെങ്കിൽ അള്ളാഹു അത്
വിശുദ്ധ ഖുർആനിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഫലാ വസിയ്യത ലിവാരിസിൻ, അതുകൊണ്ട് അനന്തരാവകാശിക്ക് നിങ്ങൾ വസിയത്ത് ചെയ്യരുത്. വലിയ അനന്തരാവകാശിക്ക് യാതൊരു വസിയത്തും ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ അനന്തരാവകാശി അല്ലാത്തവർക്കാണ് ഈ വസിയത്ത് പ്രധാനമായി ഉള്ളത്. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ആയത്ത് അതിൽ അനന്തരാവകാശികളല്ലാത്ത സന്ദർഭങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വരാം, ബന്ധുക്കൾക്ക് വരാം, ഇങ്ങനെയൊക്കെ വരാം. സാധാരണ രീതിയിൽ മാതാപിതാക്കൾ മുസ്ലിം ആണെങ്കിൽ അവർക്ക് അനന്തരമുണ്ട്. ഈ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി ആരാഞ്ഞു, എന്താ ഈ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷന് അത്തരം പദങ്ങളൊന്നും പലപ്പോഴും അറിയാത്തത് കൊണ്ടായിരിക്കും. ഏതായാലും അനന്തര സ്വത്ത് പറഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ ഉമ്മയും വാപ്പയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾക്കുള്ള പേരാണ് അനന്തര സ്വത്തുകൾ. ആ അനന്തര സ്വത്ത് പിന്നെ അവരുടെ മക്കളോ മറ്റുള്ള ആളുകളാണ് അതിൻ്റെ ഉടമസ്ഥരായി മാറുന്നത്. അങ്ങനെ മരിച്ച ഒരാളുടെ സ്വത്തിനുള്ള പേരാണ് അനന്തര സ്വത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഈ അനന്തരാവകാശികളല്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാവും. ഉദാഹരണമായിട്ട് രണ്ട് മതത്തിൽപ്പെട്ട ഒരാളാണ്, ഒരാൾ മുസ്ലിം, ഒരാൾ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനത്തെ ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ അമുസ്ലിങ്ങളായി ജീവിച്ചിരുന്ന ആളുകളാണ് ഇസ്ലാമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പരസ്പരം അവർക്ക് അനന്തര സ്വത്ത് ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ലാ യരിസുൽ മുഅ്മിനു കാഫിറൻ വലാ യരിസുൽ കാഫിറു മുഅ്മിനൻ. ഒരു അമുസ്ലിം മുസ്ലിമായ ഒരാളുടെ അനന്തരാവകാശിയാകൂല. അതുപോലെ ഒരു മുസ്ലിമായ മനുഷ്യൻ അമുസ്ലിമായ ഒരാളുടെയും അനന്തരാവകാശിയാവുകയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അബൂ കലാബ എന്ന് പറഞ്ഞ ഒരു സഹാബിയുടെ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഞങ്ങൾ കുറേ മക്കളുണ്ട്, അതിൽ എൻ്റെ ഉമ്മ ക്രിസ്ത്യാനിയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഉമ്മ മരിച്ചത്. അപ്പം ഞങ്ങളുടെ ജ്യേഷ്ഠാനിയന്മാരും അതുപോലെ പിന്നെ പെങ്ങന്മാരൊക്കെ ആയിട്ടുള്ളവരൊക്കെ അവരൊക്കെ ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു. ഞാൻ അവരെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിമായി വന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ഉമർ ഖത്താബിൻ്റെ അടുക്കൽ, ആ അന്നത്തെ ഭരണാധികാരി ഉമർ ഖത്താബിൻ്റെ അടുക്കൽ ആ സ്വത്ത് കോരി വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഉമർ ഖത്താബ് എനിക്ക് മാത്രം നൽകിയ, എനിക്കൊന്നുമില്ല, നിനക്കൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ ക്രിസ്ത്യാനികളായ അവരുടെ പിന്നെ സഹോദരീ സഹോദരന്മാർ കൊടുത്തു. കാരണം ഈ അമുസ്ലിമായ ഒരു മാതാപിതാക്കളുടെ മക്കൾ മുസ്ലിമായാലും അവർക്കില്ല, അല്ലെങ്കിൽ പിന്നെ മാതാപിതാക്കൾ മുസ്ലിമും മക്കളെ മുസ്ലിമാണെങ്കിലും അപ്പോഴും അവർക്ക് അനന്തര സ്വത്തില്ല. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഇടയിൽ ഉള്ള ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞത് വലിയ ഗൗരവമുള്ളൊരു സംഗതിയാണ്. വാസ്തവത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. കാരണം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ്. ഞാൻ ഇസ്ലാം മതം എനിക്ക് വേണ്ട, അത് ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ച ആളുകളാണ്. അവർക്കാണ് ഇപ്പോൾ നമ്മൾ സാധാരണ എക്സ് മുസ്ലിം എന്ന് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം, ഇസ്ലാമിൻ്റെ ശരീഅത്ത് പ്രകാരം അവർക്ക് ഈ മാതാപിതാക്കളുടെ സമ്പത്തിൽ സ്വത്തിൽ അവകാശം ഉണ്ടാവില്ല. അതുപോലെ മാതാപിതാക്കൾക്ക് അവരുടെ സ്വത്തിൽ അവകാശം ഉണ്ടാവില്ല. രണ്ടാൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വത്തവകാശം ഉണ്ടാവുകയില്ല. അപ്പോൾ അത്തരം സംഗതികൾ ഇസ്ലാം പറയുന്നത് നമ്മൾ വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. ഏതായാലും ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാതാപിതാക്കൾക്ക് നിങ്ങൾ വസിയത്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരു അമുസ്ലിമാണ് നമ്മളുടെ മാതാവോ പിതാവോ എന്നുണ്ടെങ്കിൽ നിർബന്ധമായും അവർക്ക് നമ്മൾ വസിയത്ത് ചെയ്യണം. കാരണം വാപ്പയാണെന്ന് വിചാരിച്ച് ചിലപ്പം എന്ത് കെട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഉമ്മയാണെന്നുള്ളത് കൊണ്ട് അവർക്ക് സ്വത്ത് കിട്ടൂല. കാരണം അവർ രണ്ട് മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് എന്താണ് ഈ മകൻ്റെ ബാധ്യത? ഈ മകൻ്റെ ബാധ്യത അത് തൻ്റെ വാപ്പാക്ക് സ്വത്ത് കൊടുക്കണം, തൻ്റെ ഉമ്മാക്ക് സ്വത്ത് കൊടുക്കണം. അപ്പം അതുകൊണ്ട് നിയമത്തിലൂടെ ചെല്ലാതെ അവർക്ക് വസിയത്ത് ചെയ്യണം. അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞ ഹക്കൻ അലൽ മുത്തഖീൻ, വിശ്വാസിയായ തഖ്വയുള്ള ഒരാളുടെ ബാധ്യതയാണ് മാതാപിതാക്കൾക്ക്. അതുപോലെ പിന്നെ ബന്ധുക്കളായ ആളുകൾക്കും സ്വത്ത് ചിലപ്പം കിട്ടാത്ത അവസരം വരും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ
നമ്മളുടെ പേരക്കുട്ടികൾക്കുള്ള സ്വത്ത് ആൺകുട്ടികൾ ജീവിച്ചിരിക്കുമ്പോൾ, ഒരാളുടെ ആൺകുട്ടികളൊക്കെ ജീവിച്ചിരിക്കണം അല്ലെങ്കിൽ മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മകൻ മരിച്ചു അല്ലെങ്കിൽ ഒരു മകൾ മരിച്ചു, അപ്പോൾ അവരുടെ മക്കൾക്ക് നേരിട്ട് സ്വത്തുണ്ടാവില്ല, നേരിട്ട് അവർക്ക് സ്വത്തുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഈ വല്യപ്പാൻ്റെ ഒരു കടമയാണ്, ഹക്കന്നൽ മുത്തഖി എന്ന് പറഞ്ഞ പോലെ ഈ വല്യപ്പായുടെ ഒരു കടമയാണ്, അല്ലെങ്കിൽ ഈ വല്യമ്മാൻ്റെ ഒരു കടമയാണ് എന്ത്, തൻ്റെ മകൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ മകളുടെ മക്കൾക്ക് സ്വത്ത് വസിയത്ത് ചെയ്യാന്നുള്ളത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങളിൽ ആരുടെയെങ്കിലും മക്കൾ ആണോ പെണ്ണോ ആയ മകനോ മകളോ മരണപ്പെടുകയും അവർക്ക് ആ മരണപ്പെട്ട മക്കൾക്ക് പിന്നെ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആയിട്ട് വല്ലവരും ഉണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ആലോചിക്കേണ്ട സംഗതിയാണ് അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യണം. നിങ്ങൾ എഴുതി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തിലെ മറ്റു മക്കളോട് വസിയത്തായിട്ട് പറയണം, സ്വത്തോരി വെക്കുമ്പോൾ ഇത്ര അവർക്ക് കൊടുക്കണം എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞെങ്കിലേ അത് കിട്ടുള്ളൂ. നമ്മൾ പലപ്പോഴും ഈ മാതാപിതാക്കളുടെ ഒരു സതുദ്ദേശമുണ്ട്. അവർ വിചാരിക്കും അത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും അവർ കൊടുക്കാതിരിക്കുമോ, അവരെ ജ്യേഷ്ഠൻ്റെ മക്കളല്ലേ അല്ലെങ്കിൽ അവൻ്റെ അനിയൻ്റെ മക്കളല്ലേ, അവർ കൊടുക്കാതിരിക്കൂലല്ലോ, അപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് വാപ്പ ഒരിക്കലും വിചാരിക്കരുത്. വാപ്പ അത് പറയണം മക്കളോട്. അതാണ് വസിയത്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഈ വസിയത്ത് വാക്കാതാകാം, എഴുതി വെക്കാം, എങ്ങനെയും നമ്മൾ ചെയ്യാവുന്ന സംഗതിയാണ്. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ഈ സംസാരം കേൾക്കുന്ന ഒരു ആളുടെയും പേരക്കുട്ടികൾക്ക് പാപ്പ മരിച്ചു പോയിട്ട് പേരക്കുട്ടികൾ ആയിട്ടുണ്ട്, വല്യാപ്പാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇന്ന് തന്നെ അതിനെപ്പറ്റിയൊരു രൂപമുണ്ടാക്കണം. അവർക്ക് സ്വത്ത്, അവരുടെ വല്ല സ്വത്തുള്ള ആളുകൾ സ്വത്ത് അവർക്ക് വസിയത്ത് ചെയ്യണം. അപ്പം ധാരാളം സ്വത്ത് ഉള്ള മനുഷ്യന്മാർ മരിച്ചു പോകാറുണ്ട്. അവസാനം ആ പേരക്കുട്ടികൾക്കൊന്നും കിട്ടൂല. അപ്പം അവർ വിചാരിക്കും എന്താ ഇസ്ലാമത ഇങ്ങനെ ആയിപ്പോയത്, ഇസ്ലാമത എന്താ കണ്ടില്ലേ, എൻ്റെ വാപ്പ മരിച്ചോണ്ടല്ലേ എനിക്ക് സ്വത്ത് കിട്ടാതായി പോയത്, അല്ലെ എൻ്റെ അമ്മ മരിച്ചോണ്ടല്ലേ എനിക്ക് സ്വത്ത് കിട്ടാതായത്, വല്യാപ്പാൻ്റെ സ്വത്ത് അത് എല്ലാവരും ഒക്കെ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് മാത്രം കിട്ടുന്നില്ല എന്നവർക്ക് തോന്നും. വാസ്തവത്തിൽ ഇസ്ലാം ഉന്നയിച്ചു വെച്ചിരിക്കുന്ന ഈ നിയമം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്, നമ്മളത് പാലിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ സ്വത്ത് കിട്ടാതെ ആയി പോകുന്നത്. അപ്പം ഈ പൗത്രനുള്ള സ്വത്ത് അനന്തരാവകാശം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അനന്തരാവകാശം ഒരാൾക്ക് ഉണ്ടാകാൻ അതിന് കുറേ നിയമങ്ങളുണ്ട്. അത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പിന്നെ പൗത്രനും അല്ലെങ്കിൽ പേരക്കുട്ടിയും മരിച്ചുപോയ ഒരാളുടെ പേരക്കുട്ടിയും ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഒരേ ബന്ധമാണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് കൊടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ലല്ലോ. അപ്പം അത് അതിൻ്റെ നിയമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന രീതിയിൽ നമ്മൾ നിർബന്ധമായി വസിയത്ത് ചെയ്യണം. വളരെ അടുത്ത ബന്ധുക്കൾ, മാതാപിതാക്കൾക്ക് അവരൊന്നും അനന്തരാവകാശികളായി വരാത്ത ഒരു ഘട്ടം വരുമ്പോൾ നിർബന്ധമായും മുത്തഖികൾ അവർക്ക് സ്വത്ത് വസിയത്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വസിയത്ത് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. പിന്നെ നിർബന്ധമായി വസിയത്ത് ചെയ്യേണ്ട ആളുകൾ ഒന്ന് കടബാധ്യതയുള്ള ആളുകൾ വസിയത്ത് ചെയ്യണം, മക്കളോട് പറയണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണർത്തിയതുപോലെ എഴുതി വെക്കണം, ഇത്ര എനിക്ക് കടണ്ട്, അത് നിങ്ങൾ കൊടുക്കണം, അത് എൻ്റെ സ്വത്ത്, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ സ്വത്തിൽ നിന്ന് അത് നിങ്ങൾ കൊടുക്കണം എന്ന് അവരോട് പറയണം, വസിയത്ത് ചെയ്യണം. അവനാന് സ്വത്തുണ്ടെങ്കിൽ ഏതായാലും അത് കൊടുത്തിട്ടേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ സ്വത്ത് ഓഹരി വെക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു വിഭാഗം എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സൂക്ഷിപ്പ് മുതൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന സാധനം നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായും മക്കളോട് ആ കാര്യങ്ങൾ പറഞ്ഞ് വസിയത്ത് ചെയ്യണം. ഇന്ന സാധനം കേട്ടോ, ഈ ചില സന്ദർഭത്തിൽ ചില പറമ്പൊക്കെ ചില ആളുകൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ആരുടെയെങ്കിലും പേരിൽ എഴുതി വെക്കും. വാസ്തവത്തിൽ അത് അയാളുടേതാവൂല. അപ്പം മക്കളോട് പറയണം, അത് ഇൻ്റെ പേരിലാണ്, ആ സ്വത്ത് ഇൻ്റെ പേരിലാണെങ്കിലും അത് ഇൻ്റെതല്ല, അത് ഇന്ന ആളുടേതാണ്. അങ്ങനെയൊക്കെ വളരെ മാന്യമായി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്, മാന്യമായി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ചില ആളുകൾ നമ്മളത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ മക്കളോട് പറയുകയാണെന്ന് വിചാരിക്കുക. മക്കളോട് പറയാണ്, നോക്കിയാൽ ആ പറമ്പ് അത് ശരിക്കും എൻ്റെ വാപ്പാൻ്റെ അല്ല, അത് എൻ്റേതാണെന്ന് പറഞ്ഞ് മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വാപ്പാൻ്റെ പേരിലുള്ള അനന്തര സ്വത്താണ്, അവർക്ക് അറിയില്ല. അപ്പം അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അപ്പം ഈ ആളുകളാണ് ഇത് ചെയ്യേണ്ടത്.
ഈ സ്വത്തിന്റെ ഉടമ ഇദ്ദേഹം മക്കൾക്ക് വസിയത്ത് ചെയ്ത് പറയണം, അല്ലെങ്കിൽ എഴുതിയാണ് വെക്കണം ഈ സ്വത്ത് ഇന്നവരുടെ. അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ ഉണ്ടാവും. ഇപ്പോൾ വലിയ സംഘടനയുടെ നേതാക്കന്മാരൊക്കെ ആകുമ്പോൾ ഓരോ കയ്യിൽ സ്വത്തുമായി ബന്ധപ്പെട്ട പല രേഖകളും കടലാസുകളും മിനുട്സും പോലത്തെ സംഗതികളൊക്കെ ഉണ്ടാവും. ആ മിനുട്സ് എന്ന് പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ അതൊരു വദീഅത്താണ്, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് തരുന്ന സംഗതിയാണ്. ആ മിനുട്സൊക്കെ അത് അതിൻ്റെതായ രീതിയിൽ ഇത് ഇന്ന സംഘടനൻ്റെതാണ്, ഇന്നവരുടേതാണ് കേട്ടോ ഈ മിനുട്സും കാര്യമൊക്കെ എന്ന് പറഞ്ഞു. അതൊക്കെ നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വസിയത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മരിച്ചാണ്ട് പോകും. പിന്നെ അവസാനം ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം തലയിലേറിക്കൊണ്ടായിരിക്കും പരലോകത്ത് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പം അങ്ങനത്തെ ഒരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ മാ ഹഖ്ഖു ഇൻ മുസ്ലിമിൻ ലഹു ഷൈഉൻ യൂസിഫി, ഒരാൾക്ക് വസിയത്ത് ചെയ്യേണ്ടതായ, അതായത് മറ്റൊരാളെ പറഞ്ഞേൽപ്പിക്കേണ്ടതായ, ഞാൻ ഇപ്പം മരിച്ചു പോയാൽ അത് മറ്റൊരാൾക്ക് കിട്ടേണ്ട ഒരു സാധനമായി അങ്ങനത്തെ വല്ലതും ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ കൈവശം ഉണ്ടെങ്കിൽ യബീതു ലൈലത്തൈനി, 2 ദിവസം ഓൻ ഉറങ്ങ ഇല്ല വസിയത്തെ മക്തൂബത്തൻ, ഉറങ്ങണതിൻ്റെ മുമ്പ് ഓൻ അത് അവിടെ എഴുതി വെച്ചൊരു വസിയത്ത് ഓൻ്റെ കയ്യിൽ ഉണ്ടാകണം. അപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, അങ്ങനത്തെ വല്ല സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലരുടെ കയ്യിലും പലരും പല ആവശ്യങ്ങൾക്കും ഏൽപ്പിച്ച പണം ഉണ്ടാവും, പല ആളുകളുടെയും പല സംഗതികളുടേതായിരിക്കും, ചിലപ്പോൾ സംഘടനൻ്റെ ആയിരിക്കും, അങ്ങനത്തെ പല ജാതി അവനാൻ്റെ അക്കൗണ്ടിലുണ്ടാവും. അപ്പം അതൊക്കെ നമ്മളവിടെ രേഖപ്പെടുത്തി എഴുതി വെച്ചിട്ട് ആരോടാണ് പറയേണ്ടത് എന്നാൽ അവർക്കത് കിട്ടാവുന്ന രീതിയിൽ ആ സംഗതികൾ നമ്മൾ ചെയ്യണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിഷയകമായി പറഞ്ഞിട്ടുള്ള സംഗതികൾ അത് ഈ പറഞ്ഞ ഉറങ്ങൂല എന്നാണ്. സഹാബാക്കൾ ഉറങ്ങണമെങ്കിൽ അതവിടെ എഴുതിക്കുമായിരുന്നു. അപ്പം അത്തരം ഗൗരവമേറിയ ഒരു വിഷയമാണ് അത്. പിന്നെ രണ്ടാമത്തെ സംഗതി വസിയത്തായിട്ടുള്ള സംഗതി, അതായത് നമ്മൾ ആർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാലും ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ അനന്തരാവകാശികൾക്ക് വസിയത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് പൂതി ഉണ്ടാവും, നമ്മളെ വീട് അല്ലെങ്കിൽ ഇന്ന പറമ്പ് അത് ഇന്നോന് കൊടുക്കണോ, വളരെ എന്താണ് ക്ഷീണിതനാണ്, ബാക്കിയുള്ളവർക്കൊക്കെ വീടും കാര്യവും സൗകര്യമൊക്കെ ഉണ്ട്, ഓന് മാത്രമല്ല, അതുകൊണ്ട് വീട് ഇന്നോന് കൊടുക്കണം എന്ന് വാപ്പാൻ്റെ ആഗ്രഹം പലപ്പോഴും പറയും. അത് വസിയത്തായിട്ട് പറയും. പക്ഷെ ആ വസിയത്ത് പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്തമില്ല. ആ വസിയത്ത് അനന്തരാവകാശികൾ പാലിക്കേണ്ട ഉത്തരവാദിത്തമില്ല. അഥവാ അങ്ങനെ വല്ല ന്യായമായും ഞാൻ എൻ്റെ മകനെ കൊടുക്കേണ്ടതാണ്, ഓൻ വളരെ ക്ഷീണിതനാണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ്റെ പേരിൽ എഴുതിയാണ് കൊടുക്കണം. മരിക്കുന്നതിൻ്റെ മുമ്പ് അത് അവൻ്റെ പേരിൽ എഴുതി കൊടുക്കണം. അല്ലാതെ മരിച്ചതിന് ശേഷം ആ വീട് അവനാണ് കേട്ടോ എന്നവിടെ എഴുതി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അതിന് യാതൊരു വിലയും ഇസ്ലാമിലില്ല. കാരണം ലാ വസിയത്തിലെ വാരിസ്, അനന്തരാവകാശിയാണോ അത് ഏത് രീതിയിൽ അനന്തരാവകാശിയാണെങ്കിലും അവർക്ക് വസിയത്ത് എന്ന് പറയുന്നതില്ല. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നത് ഇൻ്റെ സ്വത്ത് ആരോടെങ്കിലുമൊക്കെ ഇതിൻ്റെ ദേഷ്യത്തിലേക്ക്, മക്കളോടുള്ള ദേഷ്യത്തിന് ചില ആൾക്കാർ ചെയ്യുന്നത് എൻ്റെ സ്വത്തൊക്കെ ഞാൻ പള്ളിക്ക് വസിയത്ത് ചെയ്യും, പള്ളിക്ക് എഴുതിക്കുക, പള്ളിക്ക് കൊടുക്കുക. അങ്ങനെയും വസിയത്ത് ചെയ്യാനുള്ള വകുപ്പില്ല. 1/3 കൂടുതൽ ആർക്കും വസിയത്ത് ചെയ്യാൻ പാടില്ല. തൻ്റെ സ്വത്തിൻ്റെ 1/കൂടുതൽ മാക്സിമം വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. സഅദ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സന്ദർശിക്കാൻ ചെന്നത്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് ഒരുപാട് സ്വത്തുണ്ട്, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വത്തിൻ്റെ 2/3 ഞാൻ ആണ്ട് വസിയത്തായിട്ട് ഇവിടെ എഴുതി വെച്ചാലോ എന്ന് ചോദിച്ചു. നബി പറഞ്ഞു വേണ്ട, പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഞാൻ പകുതി എഴുതിയൊക്കെ എന്ന് ചോദിച്ചു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറ്റൂല, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ 1/3 എഴുതി വെക്കട്ടെ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വസ്സുലുസു കസീർ, 1/3 എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ കൂടുതലാണ്, അത് തന്നെ ധാരാളമാണ്, അത് മതി, അതിൽ കൂടുതൽ എന്തായാലും എഴുതി വെക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു അൻതദറ വറസതക അഗ്നിയ ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫു നാസ്. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ പിൻഗാമികളായി വരുന്ന നമ്മുടെ അനന്തരാവകാശികൾ, മക്കള്, പേരമക്കള്, നമ്മളുടെ മക്കള്, പേരമക്കളൊക്കെ ആയിട്ട് അനന്തരാവകാശികളുണ്ടോ, അവരെ നിങ്ങൾ ധനികരായിക്കൊണ്ട് തന്നെ, ധന്യരായിക്കൊണ്ട് തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടുന്ന് യാത്ര പോകുക.
മരിക്കുമ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സമാധാനത്തിൽ നിങ്ങൾക്ക് പോവുക. അതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ എന്താണ് ഖൈറുൽ മിൻ അൻ തദറഹും ആലതൻ യതകഫഫുന്നാസ്, ആളുകളോട് കൈ നീട്ടി ജീവിക്കേണ്ട ഒരു ഗതി ഈ മക്കൾക്ക് നിങ്ങൾ വരുത്തരുത്. നിങ്ങൾക്ക് സ്വത്ത് നല്ലോണ്ട്, ആ സ്വത്തൊക്കെ കൂടി നിങ്ങൾ പള്ളിക്കോ ബാക്കിയുള്ളവർക്കോ കൂടിയാണ്ട് വഖഫും കൊടുക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് ഈ അനന്തരാവകാശിയായ മക്കൾ നിങ്ങളെ കാലശേഷം ഇതൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ സഹായത്തിന് റസൂലുള്ള പറഞ്ഞത് തന്നെയാണ് യതകഫഫു ബൈനന്നാസ്, ആളുകളോട് കൈ നീട്ടിപ്പോണ ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാകരുത്. അവർ നല്ല ധനികരായി തന്നെ ഇവിടെ ജീവിക്കട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവൻ സ്വത്തും എന്ത് ചെയ്യരുത്, നിങ്ങൾ വസിയത്തായിട്ടോ മറ്റു രീതിയിലോ വാൾക്ക് കൊടുക്കണതോ അതൊന്നും ചെയ്യരുത്. 1/3 മാത്രമേ നിങ്ങളുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കാൻ പോകും. ആ 1/3 എന്ന് പറയുന്നത് അത് നമുക്കുള്ളൊരു സമ്പാദ്യമാണ്. അതും നമ്മളാ കൊടുക്കൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഈ വസിയത്ത് ചെയ്ത് നമ്മൾ ആരെങ്കിലും ഒരു നല്ല കാര്യത്തിൽ നമ്മൾ വസിയത്ത് ചെയ്ത് ഇത്ര കൊടുത്തു, നിങ്ങളെ സ്വത്തിൽ നിന്ന് ഇത്ര 10 സെന്റോ 20 സെന്റോ നിങ്ങൾ പള്ളിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമുക്ക് വേണ്ടി എടുത്തു വെക്കുന്ന ഒരു സമ്പാദ്യമായിട്ടാണ് അതിനെപ്പറ്റി നമ്മൾ കാണേണ്ടത്. ആ രീതിയിലാണത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വലിയ നിധിയാണ്. മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഖബറിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വലിയ നിധിയാണ്. അങ്ങനെയാണെങ്കിൽ പോലും 1/3 കൂടുതൽ നിങ്ങൾ വസിയത്ത് ചെയ്യരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അവരെ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد. പിന്നെ വസിയത്തിനെ പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിൽ പറഞ്ഞ സംഗതി, സ്വത്ത് ഒഴി വെക്കുമ്പോൾ മിംബാദി വസിയത്തിൻ യൂസാ ബിഹ ഔദൈൻ, കടബാധ്യതകളും വസിയത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതാണ് നിങ്ങൾ ഊരിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു ഗൈറ മുദാരിൻ, ആളുകളെ എന്ത് ചെയ്യരുത്, അതൊരു ഉപദ്രവിക്കണതായി മാറാൻ പാടില്ല. അപ്പം ചില ആൾക്കാർ ചില സ്വത്ത് പിന്നെ പലതിനും എഴുതി വെക്കുന്നതും കൊടുക്കുന്നതൊക്കെ അനന്തരാവകാശികളായ ചില ആൾക്കാരോടുള്ള ദേഷ്യത്തിനും ഓരോ ഉപദ്രവിക്കാനും വേണ്ടിയാണ്. അങ്ങനെ ചില ആൾക്കാർ ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ എൻ്റെ ഏതെങ്കിലും ഒരു മകനോട് തീരെ ഇഷ്ടം ഉണ്ടാവില്ല, അവൻ്റെ സ്വഭാവം കൊണ്ടാകാം മറ്റു പലതുകൊണ്ടാകാം. അത് വിചാരിച്ച് അയാൾ ഒരിക്കലും തന്നെ അനന്തരാവകാശി അല്ലാതിരിക്കില്ല. അയാൾ അനന്തരാവകാശി തന്നെയാണ്. നമുക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നുള്ളതല്ല. ആ മക്കളിപ്പം നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല മനുഷ്യന്മാരായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ സാലിഹായ മകനായി മാറാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പം മരിക്കുന്ന സമയത്ത് മക്കൾ വളരെ മോശമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ മറ്റു രൂപത്തിലേക്ക് അവരൊന്നും ഉപദ്രവിക്കരുത്. ആരെയും ഉപദ്രവിക്കാതെയാണ് നമ്മൾ ഇത്തരം സംഗതികളൊക്കെ ചെയ്യുന്നത്. അത്തരം വികാരത്തിനൊന്നും അടിമപ്പെടാതെയാണ് വസിയത്തായ സംഗതിയാണെങ്കിലും വഖഫാണെങ്കിലും അത്തരം സംഗതികളൊക്കെ ശ്രദ്ധിക്ക് ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ പ്രവാചകൻ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വസിയത്തുമായി ബന്ധപ്പെട്ട സംഗതികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, കടബാധ്യതകൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെയ്യേണ്ടത് അയാൾ ചെയ്ത വസിയത്ത് 1/3 ഒതുങ്ങണ വസിയത്ത് നമ്മൾ നടപ്പാക്കണം. അതാർക്ക് കൊടുക്കാൻ നമുക്ക് തീരെ ഇഷ്ടമല്ലാത്തരാക്കാണ് വാപ്പ വസിയത്ത് ചെയ്ത് നിൽക്കുക. നമുക്ക് തീരെ ഇഷ്ടമല്ല, എന്നാൽ പോലും അത് നടപ്പാക്കൽ അനന്തരാവകാശികളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫമൻ ബദ്ദലഹു മിൻ ബഅദ മാ സമീഅഹു, വസിയത്തൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് അതിലൊരു മാറ്റം വരുത്തിയാൽ ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു, അത് മാറ്റം വരുത്തിയ ആൾക്കായിരിക്കും അതിൻ്റെ കുറ്റം. ഇന്നല്ലാഹ സമീഉൻ അലീം. എന്നാൽ വസിയത്ത് തന്നെ നല്ല കാര്യത്തിലല്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ചില ആളുകളൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ കാലശേഷവും ആ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ആ പിന്നെ ചർച്ചിന് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില ആൾക്കാർ വസിയത്ത് ചെയ്യാറ്. എൻ്റെ കാലശേഷവും പള്ളിക്കും മതേതരത്തിനും ഒപ്പിക്കാൻ വേണ്ടി പള്ളിക്കും ക്ഷേത്രത്തിനും അതുപോലെ തന്നെ കെനീസക്കും അല്ലെങ്കിൽ അതുപോലെ പള്ളി ഹൈന്ദവ ആരാധനകൾ അതൊന്നും പാടില്ലാത്ത വസിയത്തുള്ള ഹറാമായ സംഗതിക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പല ആളുകളും വസിയത്ത് ചെയ്തിരുന്നു, ആണ്ട് നേർച്ച കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നബിദിനം കഴിക്കാൻ വേണ്ടിയുള്ള നേർച്ച. ഇങ്ങനെയൊക്കെ പണ്ടുള്ള പലരുടെയും വസിയത്തായിട്ട് അവർ ആധാരത്തിൽ തന്നെ എഴുതി വെച്ചിരുന്നു. അതൊന്നും നടപ്പിലാക്കേണ്ട ബാധ്യത നമുക്കില്ല.
അതൊന്നും നടപ്പിലാക്കുക. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ. കുറ്റകരമായ വല്ല വസിയത്തോ അല്ലെങ്കിൽ ഒരു ഉപദ്രവകരമായ വസിയത്തോ ആണ് നടക്കുന്നതെങ്കിൽ ഫഅസ്ലഹ ബൈനഹും, അത് ശരിയാക്കാം. അതിന് നമ്മൾ ഇടപെട്ട് ആ വസിയത്ത് തൽക്കാലം നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചത് നന്നാക്കാം. ഫലാ ഇസ്മ അലൈഹി, അതിനൊരു കുറ്റമില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അപ്പോൾ വസിയത്ത് ചെയ്യുന്നത് ഹലാലായ പടച്ചോൻ അനുവദിച്ച കാര്യങ്ങൾക്കാണ് നമ്മൾ വസിയത്ത് ചെയ്യേണ്ടത്. അനുവദിക്കാത്ത സംഗതിക്ക് നമ്മൾ വസിയത്തായിട്ട് നമ്മുടെ സ്വത്ത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നൽകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാണ്.